ചില സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നെ ഫോട്ടോ സെൻസിറ്റീവ് ആക്കും. എന്നാൽ പോപ്പുലർ ആയിട്ട് നമ്മുടെ സ്കിന്നെ ഫോട്ടോ സെൻസിറ്റീവ് ആക്കുന്നതും ആക്കാത്തതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് പറഞ്ഞുതരാം. ഫോട്ടോ സെൻസിറ്റീവ് ആക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ബാഡ് ആയിട്ടുള്ള സാധനമല്ല, അതൊന്ന് എക്സ്ഫോളിയേഷൻ നടത്തുന്നത് കൊണ്ടാണ് അത് കൂടുതലായിട്ട് ഫോട്ടോ സെൻസിറ്റീവ് ആക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിഡൈസ് ആവുന്നത് ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് വിറ്റാമിൻ സി സൺലൈറ്റിന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ ചില ആൾക്കാർ വിറ്റാമിൻ സി ഇടുമ്പോൾ കറുക്കുന്നു എന്ന് പറയുന്നത്. അത് പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം സൺലൈറ്റിൽ നിന്ന് വരുന്ന ഫ്രീ റാഡിക്കൽസിൽ നിന്ന് വിറ്റാമിൻ സിക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഒന്ന്. പക്ഷേ നയാസിനമൈഡ് നമ്മുടെ സ്കിന്നിനെ ഒരിക്കലും ഫോട്ടോ സെൻസിറ്റീവ് ആക്കത്തില്ല. ഗ്ലൈക്കോളിക് ആസിഡ് സ്കിൻ എക്സ്ഫോളിയേറ്റ് ആക്കുന്നതിന് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്തിട്ട് പുതിയ സ്കിൻ പുറത്ത് തരുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നെ ഫോട്ടോ സെൻസിറ്റീവ് ആക്കും. അതുകൊണ്ട് അതെപ്പോഴും നൈറ്റ്ലി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഡേ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനും മറക്കരുത്. കോജിക് ആസിഡ് സ്കിന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആകത്തില്ല. അതുകൊണ്ട് 2 നേരം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. റെറ്റിനോളിന്റെ ഫാമിലി വരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഫോട്ടോ സെൻസിറ്റീവ് ആക്കാനും ബെസ്റ്റാണ്. അതായത് സ്കിന്നിന്റെ ടേൺ ഓവർ റേറ്റ് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡെഡ് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെറ്റിനോൾ എപ്പോഴും നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. സാലിസിലിക് ആസിഡ് ഈവൻ ദോ സ്കിന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആക്കാത്തത് ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും എക്സ്ഫോളിയേറ്റിംഗ് ഒരു ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടും ഒരു ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ടും നമ്മൾ എപ്പോഴും നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്തതാണ് സ്കിന്നിന് നല്ലത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.